ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നലെ സാംസങ് S26 സീരീസിന്റെ ലോഞ്ച് ഇവന്റ് രാത്രി 11:30 ഉണ്ടായിരുന്നു. അത് ഞാൻ കുത്തിയിരുന്ന് കണ്ടു. 11:30 തൊട്ട് 12-12:45 വരെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ എല്ലാ വർഷവും കാണാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സാംസങ് ആണ് എല്ലാ ടെക്കും പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്യാറുള്ള മൊബൈൽ ടെക്നോളജി എസ്പെഷ്യലി. അപ്പം ഞാൻ ആപ്പിളിന്റെയും സാംസങ്ങിന്റെയും കാണാറുണ്ട്. S26 അൾട്ര അടിപൊളി ഫോണാണ്. മാർക്കി ഫീച്ചറായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് പ്രൈവസി ഡിസ്പ്ലേ 10 ബിറ്റ് റേറ്റിന്റെ M14 ഡിസ്പ്ലേ ആണ്. സാംസങ്ങിന്റെ ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്കറിയാലോ, ആപ്പിളിന്റെ പോലും ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത് സാംസങ് ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പൈനിയേഴ്സ് സാംസങ് ആണ്. അപ്പോൾ അവർ അതിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ OTP, ബാങ്ക് ഡീറ്റെയിൽസ്, ഈവൻ മെസ്സേജസ്, ഈവൻ സ്ക്രീൻ മൊത്തത്തിൽ നമുക്ക് പ്രൈവറ്റ് ആക്കാൻ പറ്റും. അതായത് നമുക്ക് നേരെ നോക്കുമ്പോൾ മാത്രം ആണ് അത് കാണുക. സൈഡിൽ നിന്ന് നോക്കുന്ന ആംഗിൾസിലൊന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല. അതിൽ കാണാൻ പറ്റില്ല, ബ്ലാങ്ക് ആയി പോകും. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുറമെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇനി നമ്മുടെ OTP അടിച്ചു മാറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജസ് വായിക്കോ, നമ്മുടെ ഫോണിലെ ഗാലറിയിലെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കാണുമോ, അങ്ങനത്തെ പേടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് പബ്ലിക് സ്പേസസിൽ ഇരുന്ന് ഇനിയിപ്പോൾ ഫോൺ ബ്രൗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീച്ചർ. പിന്നെ ക്യാമറയുടെ ഇംപ്രൂവ്മെന്റ്സ് വളരെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി വീഡിയോ, നൈറ്റ് വീഡിയോ ക്വാളിറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിന്റെ അപ്പർച്ചർ സൈസ് കൂട്ടിയിട്ടുണ്ട്. സ്റ്റെബിലൈസേഷനും അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറെ പുതിയ ഫീച്ചേഴ്സ് ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. ഈവൻ ദോ മെഗാ പിക്സൽസ് ഒക്കെ സെയിം ആണെന്നുണ്ടെങ്കിലും ക്യാമറയുടെ ഫീച്ചേഴ്സിലും ക്വാളിറ്റിയിലും ബെറ്റർമെന്റ് വന്നിട്ടുണ്ട്. അതുപോലെ ചിപ്സെറ്റ് വരുന്ന സ്നാപ്ഡ്രാഗൺ ആണ്. S26 അൾട്ര ബേസ് മോഡലും പ്ലസ് മോഡലും എക്സിനോസിന്റെ 2600 ചിപ്സെറ്റ് ആണ്. അതുപോലെ ഇന്നലത്തെ ഇവന്റ് മൊത്തത്തിലൊരു AI ഇവന്റ് ആയിരുന്നു എന്ന് പറയാം. ഒരു പുതിയ അടിപൊളി AI ഫോണാണ് ശരിക്കും S26 അൾട്ര. നമുക്ക് ഫോണിൽ എന്ത് കാര്യം വേണമെങ്കിലും AIയുടെ സഹായത്തോടെ സാധിക്കാൻ പറ്റും. അതിപ്പം ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും, നമ്മൾ കുറെ നാൾ മുമ്പ് എടുത്തൊരു ഫോട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് മെസ്സേജ് വഴി അത് സെൻഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ തന്നെ സജസ്റ്റ് ചെയ്ത് തരും നമുക്ക് ആ ഫോൺ. നമ്മൾ പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ നമ്മുടെ ഡേ ടു ഡേ പ്ലാനിങ്, നമ്മുടെ കലണ്ടർ സെറ്റിംഗ്, ഇതെല്ലാം AIയുടെ സഹായത്തോടെ ഫോൺ തന്നെ നമുക്ക് ചെയ്തു തരും. അത്രയും ഈസി ആവുകയാണ് നമ്മുടെ ജീവിതം മൊബൈൽ ഫോൺ കാരണം, അല്ലേ? ശരിക്കും എനിക്കത് ഭയങ്കര ഒരു കൗതുകമായിരുന്നു കേട്ടോ ഇന്നലത്തെ ആ ഒരു പ്രസന്റേഷൻ കണ്ടപ്പോൾ. പിന്നെ പ്രധാനപ്പെട്ട നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഫോൺ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തൊട്ട് രാത്രി തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് 11 വരെ ഉണ്ടാവും. ഈ ഒരു 2 ആഴ്ച നിങ്ങളുടെ അവസരമാണ്. ഫോൺ വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഈ സമയത്ത് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫേഴ്സ് കിട്ടില്ല. പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. ഞാൻ ഇതേപോലെ സാംസങ്ങിന്റെ ഒരു ടാബ് എടുത്തപ്പോൾ പ്രീ ബുക്കിങ്ങിന്റെ ഒരു 1 വീക്കിന് ശേഷമാണ് ഞാൻ ആ ടാബ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രീ ബുക്കിംഗ് ഓഫേഴ്സ് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ഒരു നിരാശയായി. ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്യായിരുന്നു എന്നൊരു കുറ്റബോധമായി. അതെനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയണം. ആരെങ്കിലും ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ പ്രീ ബുക്ക് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. കാരണം അത്രയും ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും. 512 GB ഫോൺ 256 GB കാശിന് നിങ്ങൾക്ക് കിട്ടും. അതിലും കുറേ വിലക്കുറവും ഗിഫ്റ്റുകളും ഒക്കെ ഉണ്ടാവും. ടെക് ഫ്രീക്സ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും വിഷയമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു.